ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെഗ്ലി. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ OnePlus 7 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഇത് 8GB റാം 256GB റൂം വേർഷനാണ്. ഇതിൻ്റെ കളർ എന്ന് വരുന്നത് മിറർ ഗ്രേ ആണ്. ഓക്കെ, ഇതൊന്ന് തുറന്ന് നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായി ഇതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കവറൊന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇത് ആമസോണിൽ നിന്ന് 38,000 രൂപയ്ക്കാണ് ഞാനിത് ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് SBIയുടെ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ 10% ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ്. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇത് ആദ്യം തന്നെ ഒരു ചെറിയ ബോക്സാണ് കാണുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കേസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് കേസാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഇനി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതിൽ തന്നെ സിം ഇജക്ടർ ടൂൾ കാണുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മാനുവൽസും ബുക്ക്ലെറ്റ്സും ഒക്കെയാണ് വരുന്നത്. പിന്നെ കൂടാതെ OnePlusൻ്റെ സ്റ്റിക്കറും ഒക്കെയാണ് വരുന്നത്. തൽക്കാലം നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് OnePlus 7 ഹാൻഡ്സെറ്റ്. നമുക്കിതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്തിട്ട്, ഇതാണ് OnePlus 7. മിറർ ഗ്രേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ മിറർ ഗ്രേ ആണ് കളറ്. ഈ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, മിറർ ഗ്രേ ആണ് ഇതിൻ്റെ കളർ വരുന്നത്. നല്ല ഷൈനിങ് കളറാണ്. ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മേൽഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് OnePlus 60 പോലെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അലുമിനിയം അലോയ്ഡ് ബോഡിയാണ്. നമുക്ക് ഇവിടെ സിം ട്രേ കാണാം. സിം ട്രേ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഡ്യുവൽസ് നാനോ സിം ആയിരിക്കണം. ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഡ്യുവൽ നാനോ സിം ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് സ്ലോട്ടൊന്നും അല്ല വരുന്നത്. അപ്പം മെമ്മറി കാർഡിന് നമുക്കിത് ഇടാൻ പറ്റില്ല. സാധാരണ OnePlus ഫോണിനെ പോലെ മെമ്മറി കാർഡ് അവൈലബിൾ അല്ല. പിന്നെ കാണുന്ന വോളിയം റോക്കറാണ്. അതിനുശേഷം താഴേക്ക് പോകണം. താഴെ 2 സ്പീക്കർ ഗിൽസ് ഉണ്ട്. പിന്നെ USB Type-C പോർട്ട് വരുന്നുണ്ട്. ഇതിൽ ഒരു സ്പീക്കർ ഗിൽ, ഇത് മൈക്കായിരിക്കണം, മറ്റേത് സ്പീക്കർ ഗില്ലും ആയിരിക്കണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ OnePlus ഫോണുകളെല്ലാം ഉള്ളതുപോലെ അലേർട്ട് സ്ലൈഡറും കാണാൻ പറ്റും. ഓക്കെ, ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ട് സൈഡിൽ നോക്കിയാൽ ഗ്ലാസ് ഫിനിഷാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഓക്കെ, ഫോൺ സൈഡ് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇത് ഒരു വെൽക്കം ലെറ്റർ ആണെന്ന് തോന്നുന്നു. ലെറ്റ് മീ ഓപ്പൺ ഇറ്റ്. ഇതൊരു വെൽക്കം ലെറ്റർ ആണ്. OnePlus CEO പീറ്റിൻ്റെ ഒരു വെൽക്കം ലെറ്റർ ആണ്. സൈഡിലേക്ക് മാറ്റി വെക്കാം. ദെൻ ഇതൊരു ചാർജറാണ്. ലൈക്ക് 20W ചാർജറാണ്, ഡാഷ് ചാർജർ. ലെറ്റ്സ് സീ ദ പവർ റേറ്റിംഗ്. 5W 4A ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. സോ ഇറ്റ്സ് എ 20W ചാർജർ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് Type-C കേബിളാണ്. നമുക്ക് Type-C കേബിൾ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. Type-C കേബിൾ നല്ല ക്വാളിറ്റി പാക്കേജിങ്ങിലാണ് Type-C കേബിൾ വരുന്നത്. ഇത്
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5mm ജാക്ക് ടു ടൈപ്പ് സി ഡോങ്കിൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. കാരണം നിങ്ങൾ ഫോൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഫോണിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ 60യുടെ ബോക്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു, ബട്ട് 7ലെ ബോക്സിൽ അത് വരുന്നില്ല. അടുത്തായിട്ട് നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോൺ ബൂട്ടായിട്ടുണ്ട്. ഞാനിത് പെട്ടെന്നൊന്ന് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഫോണിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6.41 ഇഞ്ച് ഓപ്റ്റിക് ആമോലെഡ് സ്ക്രീനാണ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ വരുന്നത്. 60 പോലെ തന്നെയാണ് സ്ക്രീൻ വരുന്നത്. കൂടാതെ ഫ്രണ്ട് ഫേസിംഗ് ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 16 മെഗാപിക്സൽ ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലാണ് വരുന്നത്. അതുകൂടാതെ 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. ടെലഫോട്ടോ ലെൻസ് അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ കൂടാതെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗ്ലാസ് ബോഡി വിത്ത് കേർവ്ഡ് എഡ്ജസ് ആണ് ബാക്കിൽ വരുന്നത്. അതുകൊണ്ട് നല്ല ഇൻ ഹാൻഡ് ഫീൽ വരുന്നുണ്ട്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും കറക്റ്റാണ്. നല്ല ഇൻ ഹാൻഡ് ഫീൽഡ് തരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് കേർവ്ഡ് ആണ്. സോ നല്ല ഗ്രിപ്പ്, ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ആൻഡ്രോയിഡ് വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് 9 ആണ്. 9 ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഓക്സിജൻ നോയ്സ് 9.5.2 ആണ് ഇതിൽ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. പിന്നീട് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 855 ആണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. 60 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം 60ൽ അവൈലബിൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റ് അതൊരു 10 നാനോമീറ്റർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് 7 നാനോമീറ്റർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. വളരെ പവർ എഫിഷ്യൻ്റ് ആണ്. ബാറ്ററി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി അവൈലബിൾ ആയിരിക്കുന്നത് 3700 mAh ബാറ്ററിയാണ്. ഇത് സിമിലർ ടു 60 തന്നെയാണ്. നമുക്കിനി ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ വരുന്നത് 14 മെഗാപിക്സൽ മെയിൻ സെൻസറും 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, അതേപോലെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുന്നത് 16 മെഗാപിക്സൽ ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജസ് ആണ് വരുന്നത്. നല്ല ഡീറ്റെയിലിങ്ങും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ക്യാമറ സാമ്പിൾസിൽ ഇൻഡോർ ഷോട്ട്സും ഔട്ട്ഡോർ ഷോട്ട്സും ഇൻക്ലൂഡഡ് ആണ്. സാമ്പിൾസ് നോക്കിയാൽ അറിയാം കളേഴ്സ് റീപ്രൊഡക്ഷൻ ഒക്കെ കറക്റ്റാണ്. പക്ഷേ കളേഴ്സ് കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ കൂടിയും നല്ല ക്ലാരിറ്റിയും നല്ല ഡീറ്റെയിലും ഉള്ള ഫോട്ടോസാണ് നമുക്ക് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ലഭിക്കുന്നത്. നമുക്ക് ഈ കേസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി കേസാണ് എൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, ഇത് കേസ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. നല്ല ഗ്രിപ്പും കയ്യിൽ ലഭിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റോറേജ് എത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര അവൈലബിൾ ആണെന്ന് നോക്കാം. ഓക്കെ, ഔട്ട് ഓഫ് 256 GB 19.84 GB ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം 236 GB നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഫാസ്റ്റായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വർക്ക് ചെയ്യുന്നത്. കമ്പയർ ടു 60 ഐ തിങ്ക് ദിസ് ഈസ് വെരി ഫാസ്റ്റ്. വൺസ് അഗെയിൻ നല്ല ഫാസ്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഫേസ് ലോക്ക് നമുക്ക് നോക്കാം. ഫേസ് ആൻഡ് ലോക്ക് ഇതും ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഗൈസ്.
really fast. Compared to 60, OnePlus 7 വരുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതായത് ഇയർ പീസും ഈ കാണുന്ന ഇയർ പീസും ഒരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യും. പ്ലസ് ബോട്ടം ഫയറിങ് മെയിൻ സ്പീക്കറും ഉണ്ട്. ഇതാണ് മെയിൻ സ്പീക്കർ. നല്ല ലൗഡാണ്, ക്ലിയർ ആണ്. കൂടാതെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. So that's it friends. ഇതാണ് OnePlus 7 അൺബോക്സിങ് ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.